എന്താ? ഹായ് പുഷ്പം. ഇതിന്റെ വീക്ക്നെസ്സാ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങ് വെച്ചേക്കോ. ഒറിജിനൽ വെക്കണേ. ഇങ്ങോട്ട് കൊണ്ടുവരിക. തിരുമേനി എന്താ പിന്നീ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കണേ? മുന്നിലേക്ക് ഇങ്ങോട്ട് വരൂ. ഇതാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഉണ്ണികൃഷ്ണൻ നീ അറിയില്ല? ഒരേ കോളേജിൽ പഠിക്കുന്നവരാകുമ്പോ അറിയുന്നു കരുതി. അസലായിട്ട് പാടും. തഞ്ചാവൂര് സംഗീതോത്സവത്തിന് പാട്ട് കേട്ടു. ബഹുകേമം. ഒരു പിടിവലി നടത്തിട്ടാ കൂടെ പോന്നേ. നോക്കി നിൽക്കാണ്ട് അങ്ങനെ കൊടുക്കുക. വേണ്ടായിരുന്നു. എന്റെ കൊച്ചുമോള. ഏയ് അങ്ങനൊന്നുമില്ല. ആയിക്കോട്ടെ, നീ അങ്ങോട്ട് ചെല്ലേ. പോകുന്നവരെ ഉണ്ണിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാ കൊടുക്ക. സുലൈമാനെ, പഞ്ചപാവായിരുന്ന സുലൈമാന് എവിടുന്ന് കിട്ടി ഇത്രയേറെ കള്ളത്തരങ്ങള്? മത്സരത്തിൽ തോറ്റിട്ടും ഉണ്ണികൃഷ്ണനായി പാടാൻ പോവാ. കൊട്ടാരത്തിലെ പൂജയ്ക്ക് എത്തുക. തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയാം. തഞ്ചാവൂര് പാടാൻ പോയത് കള്ളത്തരത്തിലാ. ആഗ്രഹമായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരണമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചല്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ആള് മാറി ബലമായിട്ട് കൊണ്ടുവന്ന. പിന്നെ ഉദയപുരം കൊട്ടാരത്തിലേക്കാന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല. അതെന്താ? എന്നെങ്കിലും ഒരിക്കല് ഈ കൊട്ടാരമുറ്റത്ത് കാല് കുത്തണമെന്ന് വിചാരിച്ച സാധിച്ചു. കാണേണ്ടവരൊക്കെ നേരി കണ്ടു. നാളെ നേരം പുലരും മുമ്പ് സ്ഥലം വിട്ടോളാം. അതുവരെ ഉപദ്രവിക്കരുത്. പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ? ജാതിയിലും മതത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് തെറ്റു പൊറുക്കണേന്നും പറഞ്ഞ് പൂജാരിയെ നിന്നോളൂ. പൂജാ പുസ്തകങ്ങളൊക്കെ ഞാൻ തരാം, വായിച്ചു പഠിക്കേ. ഈ ചങ്ങാതി പൂണലിട്ട് ഒരു നമ്പൂരിക്കുട്ടിയെ കണ്ടോണ്ടിരിക്കാൻ എനിക്കിഷ്ടാ. അപ്പം ഇവിടെ കൂടല്ലേ? ആരാത്? ഇളയ തമ്പുരാട്ടിയാ. രാവെന്നോ പകലൊന്നും ഇല്ല. പട്ടാണോ? ചെസ് കളിക്കാനാ. അയ്യോ, എന്നാലോട്ട് ഞാൻ ജയിക്കാനും പാടില്ല. കുശുംബിയാ. ശ്രീലക്ഷ്മി പിന്നെയും വിളിച്ചു. വരട്ടെ. കുറച്ചു നാളേക്ക് ശല്യമില്ലായിരുന്നു. കലാമണ്ഡലം ഒന്ന് തുറന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. അവിടെ മോഹിനിയാട്ടത്തി ഒന്നാമതാ കുട്ടി. അയ്യോ സുലൈമാനെ, ആ കയ്യൊന്ന് കാണിച്ച്. എന്തേലൊന്നുമില്ല. ഇത് ഇളയ തമ്പുരാട്ടി മുട്ടുകൊത്തിച്ചതിന്. ഇനി കയ്യാൻ എടുത്തോട്ടെ. ശാപം. അച്ഛൻ എന്തെങ്കിലും കണ്ട് പേടിച്ചായിരുന്നോ? കണ്ടിട്ടല്ല, കേട്ടിട്ടാ. എന്ത് കേട്ടിട്ട്? എനിക്ക് തോന്നുന്നു അച്ഛന് ശരിക്കും വട്ടാണെന്നാ. മോളെ, ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല. സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത്. ഇത് മുഴുവട്ട് തന്നെയാ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും വട്ടുപിടിക്കും. എന്നാ എന്നോട് പറ. ഞാൻ പറയും. ആ പറയും. ഇല്ല, ഞാൻ പറയില്ല. അയ്യോ അച്ഛ, എന്നോട് പറയാൻ. ഞാൻ പറയാൻ പോവാ. ആ പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ? അവൻ ഉണ്ണികൃഷ്ണനല്ല, സുലൈമാനാ. സുലൈമാൻ. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ എന്തിനാ ഞെട്ടണേ? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. എന്നോട് പഠിക്കണ ആളല്ലേ. എന്റെ അമ്മ, എന്നിട്ട് എന്താ നേരത്തെ നീ ഇത് പറയാതിരുന്നത്? അച്ഛനല്ലേ അയാളെ ഉണ്ണികൃഷ്ണ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് അത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട. വേറെ ആരെയും അറിയിക്കാനും പോണ്ട. അറിഞ്ഞാ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല. ഇപ്പൊ ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ ധൈര്യമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല മോളെ. ഞാൻ കാരണം വിഷമയല്ലേ? അച്ഛൻ അറിയാന്ന് വിചാരിച്ചതല്ല. ഇത്തിരി നേരത്തെ ആയി പോയോ എന്നൊരു സംശയം. എന്നായാലും എല്ലാം അറിഞ്ഞല്ലേ പറ്റൂ. പൂജ കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതിയായിരുന്നു. എപ്പോഴായാലും എന്തും നേരിടാനുള്ള മനക്കരുത്ത് ഞാൻ കരുതിയിട്ടുണ്ട്. ഇതിനും വട്ടായോ? ചിക്കൻ ഫ്രൈ എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്ക് മനസ്സിലായി. ഏത് ഫ്രൈ? വെറുതെ ആ പാവത്തിന് തല്ലു വിളിച്ചില്ലേ? ഇതൊന്നും ഈശ്വരൻ പൊറുക്കില്ല കേട്ടോ. പാവോ അയാളാ. ഈ കൊട്ടാരം എങ്ങനെ കുളം തോണ്ടാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലെ ഒരു ഈശ്വര കോപവും എനിക്കുണ്ടാവില്ല. ആ ഞാനിന്ന് പോവാ. എങ്ങോട്ട്? ഓഹോ, അപ്പൊ പൂജാരി ക്ലാസ് ഒക്കെ മറന്നോ? ഇന്നത്തോടെ അവധി തീരല്ലേ? ആണോ? കയ്യിൽ വാച്ചില്ലാത്തോണ്ട് ഞാനത് അറിഞ്ഞില്ല. തമാശ പറഞ്ഞ് നിന്നാ മതി. അത് ഞാൻ ഈ ടെൻഡർ എടുത്ത പൂജ ചെയ്തോണ്ട് എനിക്കിങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? ഒരു സിൻസിയർ വർക്ക് ആയതുകൊണ്ട് ശുക്ലാമൃതം സ്വാഹം. അവര് ഞാൻ പറഞ്ഞത് കേട്ട് കാണോ? ഏയ് കേട്ട് കാണാൻ വഴിയില്ല. അപ്പൊ സാറ്റർഡേ കാണാം. കേട്ടിട്ടില്ലെങ്കിൽ കാണാം.
സംസാരിച്ചത്? ഏയ് ഒന്നുമില്ല, ഗോപികയെ കുറിച്ച് പറയായിരുന്നു. എന്നെ കുറിച്ചോ? എന്തു പറഞ്ഞു? പൂജയ്ക്ക് ഫലം ഉണ്ടാകുമെന്നും ഗോപിക തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രാജകുമാരനെ ഉടനെ കണ്ടെത്താൻ കഴിയുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നേരാ. എനിക്ക് അപ്പൊ പൂജയ്ക്ക് ഫലം ഉണ്ടായെന്ന് പറയണേ? ആരാ രാജകുമാരൻ? ഏത് കൊട്ടാരത്തിലെയാ? അതൊന്നും നീ പറയണ്ട. പിന്നെ നീ വിഷമിക്കണ്ട. എന്റെ വിവാഹം കഴിഞ്ഞാലുടൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും കേട്ടാനൊന്നും എന്നെ കിട്ടില്ല. അതെന്താ? നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു ചിന്ന പ്രോബ്ലം. കക്ഷി മറ്റൊരു ജാതിയാ. എന്താ ലക്ഷ്മി നീ പറയണേ? ഹരിതാത്തൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ. അവസാനം മാളവിക തമ്പുരാട്ടിയുടെ അനുഭവമായിരിക്കും ഉണ്ടാവുക. അവർക്കെന്താ സംഭവിച്ചേ? സുഖമായിട്ട് ജീവിക്കുന്നവര്. പിന്നെ തമ്പ്രാക്കന്മാരുടെ വൈരാഗ്യം അതൊന്നും കാര്യാക്കല്ലെന്നേ. ഞാൻ കണ്ടുവച്ചിട്ടുള്ള ആള് ശുദ്ധ ബ്രാഹ്മണ. അല്ലാതെ നിന്നെ പോലെ പരദേശം നോക്കി പോയില്ല ഞാൻ. ആദ്യം മുത്തശ്ശനോട് വിവരം പറയും. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ പ്രൊസീഡ് ചെയ്യും. ഗോപികെ, എന്താണ് തമ്പ്രാട്ടിക്കുട്ടി വലിയ സന്തോഷത്തിലാണല്ലോ? പിന്നെ കല്യാണം നടക്കാൻ പോണ പെണ്ണിന്റെ മനസ്സിൽ സന്തോഷം കാണാതിരിക്കോ? അപ്പൊ മുത്തശ്ശനോട് എല്ലാം പറഞ്ഞില്ലേ? മനസ്സിലുള്ള ആളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടായി. എന്നാലും ആളാരാണെന്ന് എന്നോട് മാത്രം പറഞ്ഞില്ല കേട്ടോ. ഫോട്ടോ ഉണ്ടോ എന്നെ ഒന്ന് കാണിക്കാൻ? എന്തിനാ ഫോട്ടോ? ആളെ നേരിട്ട് കാണിക്കാലോ. നിനക്ക് പരിചയമുള്ള ആളാ? ആണോ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആ പൂജ ചെയ്യാൻ വന്ന ആള് തന്നെ. അല്ല, നിന്റെ പരദേശി പ്രേമം എവിടെ വരെയായി? ഒന്നും ആയില്ല. സുലൈമാനെ, സുലൈമാന്റെ സമ്മതത്തോടെയാണോ ഈ കല്യാണം ഉറപ്പിച്ചത്? ഒന്ന് പതുക്കെ. ഈ സുലൈമാൻ എന്നുള്ള വിളി ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ. എന്താ പേടിയാണോ? സുലൈമാനാണ് നിങ്ങൾ നിറഞ്ഞ ഗോപിയെ കല്യാണത്തിന് സമ്മതിക്കില്ലല്ലേ? എന്താ ഇപ്പോ? സുലൈമാനാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും. എനിക്കറിയാം സുലൈമാനും എന്നെ ഇഷ്ടമായിരുന്നു. ഇവിടെ പൂജാരിയായി കഴിഞ്ഞതും എന്നെ കാണാൻ വേണ്ടിയായിരുന്നില്ലേ? ഇപ്പൊ ഈ സ്വത്തും കൊട്ടാരം തമ്പുരാട്ടിയൊക്കെ കണ്ടപ്പോ അതിന്റെയൊക്കെ മുന്നില് ഈ കാര്യസ്ഥന്റെ മോൾക്ക് എന്ത് സ്ഥാനമല്ലേ? ലക്ഷ്മി, നീ എന്തായി പറയണേ? ഒന്നോർത്തോ, എന്നെ നോവിച്ച് ഇവിടുത്തെ തമ്പുരാട്ടി പെണ്ണെ കെട്ടി ഈ കൊട്ടാരത്തെ സുഖമായി വാഴാന്ന് വിചാരിക്കണ്ട. മകരം 24-ാം തീയതി വ്യാഴാഴ്ച പകൽ 10:32 ശേഷം മീനൻ രാശി വിവാഹത്തിന് ശുഭം. ആയിക്കോട്ടെ, സമയം ധാരാളമുണ്ട്. നാളെ അറിഞ്ഞ് നടത്തണമെന്നാ എന്റെ ആഗ്രഹം. അത് വേണോ? എല്ലാവരും അറിഞ്ഞിട്ട് ഈ കല്യാണം നടത്തണോ? അത് പിന്നെ പ്രശ്നമാവും. എന്ത് പ്രശ്നം? ഗോവിന്ദൻ നായർ പറഞ്ഞതിൽ കാര്യമുണ്ട്. അബ്ദുൾ റഹ്മാൻ വന്നിരിക്കുന്നത് വാശിയില്ല. ഈ കല്യാണം മുടക്കാൻ അയാൾ പരമാവധി ശ്രമിക്കും. അതെ അതെ, അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. കല്യാണം ഗുരുവായൂർ വെച്ചു വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം ക്ഷണിച്ചു വരുത്തി നടത്തിയല്ലേ നല്ലത്. അതാണ് എന്റെ അഭിപ്രായം. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോ? വരനെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാണ് തീരുമാനം. മോളെ, നിനക്കിതെന്താ പറ്റിയ? പഴയ ചരിത്രം ഇനി ആവർത്തിക്കണോ? തമ്പുരാക്കന്മാരോട് സംസാരിക്കാൻ നീ ആളായോ? പുറത്തുപോടി. ഞാൻ പോവാം. അതിനു മുൻപൊന്ന് ചോദിച്ചോട്ടെ, ഒരു ഇസ്ലാമിനെ കൊണ്ട് തന്നെ ഗോപികയുടെ വേലി നടത്തണോ? നീ ആരെ കുറിച്ചായി പറയണേ? ബാധയാ, ഇത് ബാധയാ. എന്റെ ദേഹത്തൊന്നും ഇവളുടെ ദേഹത്ത് കയറിയതാ. അസംബന്ധം പറയാതെ പോടി. ഇല്ല. അയാൾ ഉണ്ണികൃഷ്ണനല്ല. ഉണ്ണികൃഷ്ണനായിട്ട് വേഷം കെട്ടി വന്ന ചതിയനാ, ചതി. ബഹുമാനപ്പെട്ട തിരുമനസഭകളെ, മറ്റു തമ്പുരാക്കന്മാരെ, കയറി വന്നാൽ തലയടിച്ച് പൊട്ടിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നോം ഇങ്ങനൊരു സാഹസത്തിന് മുതിരുന്നത്. പൂജ ചെയ്യാൻ പൂണൂലിട്ട് വന്ന ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നോം പറയാം. കേട്ടില്ല തോന്നുന്നു. ലോട്ടറിയുടെ നിൽക്കുക സൈക്കിൾ ഇട്ട് തരിക. ഈ ഉദയപുരം പാലസ് അസ്തമയപുരം പാലസ് ആക്കാൻ വന്ന കള്ള പൂജാരിയാണവൻ. എന്നെ തിരുമനസേ, എടാ തത്തി നമ്മളോട് അടുക്കരുത്. സൈക്കിൾ എടുപ്പിച്ച് കൊല്ലും. ഈ നമ്പൂരി സുലൈമാനാണ്, ഒരു ഇസ്ലാമാണെന്ന് നോം തെളിയിക്കാം. ഈ കേട്ടതെല്ലാം സത്യമാണോ? അല്ല, അവൻ പറയുന്ന നുണയാണ്. നുണയാണ്. നുണയല്ല, സത്യമാണ്. പച്ചവെള്ളം പോലെ സത്യമാണ്. മറുപടി ഇവൻ പറയട്ടെ. ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവൻ ശുദ്ധ ബ്രാഹ്മണനാണെന്ന്? പൂന്നൂല് പൂന്നൂല് പൂന്നൂല്. നുണ, ശുദ്ധ നുണ. ഇവൻ ഇസ്ലാമാണ്. തമ്പുരാന്റെ ശത്രു അബ്ദുൾ റഹ്മാന്റെ മകൻ സുലൈമാൻ. ഇയാള് പറയണത് വിശ്വസിക്കരുത്. പഴയ വൈരാഗ്യം കൊണ്ട് പറയണതാ. ഈ നിൽക്കണ ഉണ്ണികൃഷ്ണൻ എന്ന സുലൈമാൻ അയാളുടെ മകനല്ലെന്ന് അബ്ദുൾ റഹ്മാൻ പറയട്ടെ. അല്ല. അല്ലേ? ആ നിൽക്കണ അബ്ദുൾ റഹ്മാൻ നിന്റെ ബാപ്പയല്ലേ? പറയും നിന്റെ തന്ത ആരാണ്?
മിണ്ടാത്തത്? തന്തയാരാണെന്ന് അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? ആ നിൽക്കുന്ന അബ്ദുൾ റഹ്മാനാണ് എന്റെ പാപ്പ. എടാ ഒന്നും ചെയ്യില്ല. നിൽക്കണോ? തൊട്ടുപോകരുത്. പണ്ട് നീ എന്റെ ഈ കാല് തല്ലിയൊടിച്ചപ്പോ ചോദിക്കാൻ എന്റെ ബാപ്പയില്ലായിരുന്നു. എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചാൽ നിന്റെ കൈവെട്ടാൻ അവന്റെ ബാപ്പയുണ്ട്. വടാ. ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ? എല്ലാം അറിഞ്ഞിട്ടും താൻ ഒരേ രക്തമാണെന്നറിഞ്ഞപ്പോ കൂട്ടുനിന്നുപോയി. എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഗോപികയെ കൊണ്ടുപോവാൻ. വേണ്ട. നീ വിളിച്ചാൽ എന്റെ പേരക്കുട്ടി ഇറങ്ങി വരുമെങ്കിൽ നിനക്ക് കൊണ്ടുപോകാം. ഗോപികെ, നിന്നെ കൊണ്ടുപോകാനാ വന്നത്. കൊണ്ടുപോകാനോ? മനസ്സിലായില്ല. ഒന്ന് വിളിച്ചാ കൂടെ ഇറങ്ങി പോരുന്ന പെണ്ണുങ്ങളാണ് ഈ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരെന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ തെറ്റി. ഗോപികെ, എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് പറയായിരുന്നില്ല എന്നോട്? തെറ്റാണ് ഞാൻ ചെയ്തത്. ആരാണ് ഞാനെന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് പോലും ഉത്തരം അറിയാത്തൊരു ചോദ്യമുണ്ട്. എന്താ എന്റെ ജാതി? ഈ കൊട്ടാരത്തിൽ പറഞ്ഞ മാളവേ തമ്പുരാട്ടിയിൽ അബ്ദുൾ റഹ്മാൻ ഉണ്ടായ എന്റെ ജാതി ഏതാന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ? ജാതിക്കും മതത്തിനും മീതെ എന്റെ സ്നേഹത്തിന് നീ വിലകൽപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടെ വരണം. എന്റെ മുത്തശ്ശന്റെ സമ്മതത്തോടെ അദ്ദേഹം തരുന്ന താലി കെട്ടി എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയും നിങ്ങൾക്ക്? അല്ലാതെ ഞാൻ വരില്ല. ഇനി ഈ കൊട്ടാരത്തിൽ മറ്റൊരു മാളവിക തമ്പുരാട്ടി ഉണ്ടാവില്ല. അച്ഛാ, ഓർക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തത്. അന്നത് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടായിരുന്നില്ല. ഒരു മാപ്പ് പറയലാണ് ഉദ്ദേശമെങ്കിൽ ഇനി അതിന്റെ ആവശ്യമില്ല. മനസ്സുകൊണ്ട് പല പ്രാവശ്യം ഞാനത് ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വന്നത് എന്റെ മകന്റെ കണ്ണീര് കണ്ടിട്ട. അവന്റെ ഉള്ളും എല്ലാരേക്കാൾ അറിയുന്നത് ഞാൻ തന്നെയല്ലേ. സ്വന്തം പേരക്കുട്ടികളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇനി അച്ഛൻ എന്താ നേടേണ്ടത്? ഗോപിക സംസാരിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം സ്വന്തം ഇഷ്ടത്തോടെ അല്ലായിരുന്നു എന്ന് മനസ്സ് പറയണം. അതുകൊണ്ടാ ഒരിക്കൽ കൂടി തനിച്ച് കാണണമെന്ന് വിചാരിച്ചത്. ഒരു മത്സരത്തിലൂടെ സ്വന്താക്കേണ്ടതല്ലോ ഇഷ്ടവും സ്നേഹമൊക്കെ. എനിക്കും അപ്പൊ ഇതായിരുന്നു നിന്റെ ഉദ്ദേശം? ഇനി തന്നെ ഞാൻ വെറുതെ വിടില്ല. മാറി തുടങ്ങിയോ? ഇനി അവിടെ തല്ലരുത്. അത് പറയാം. നീ ആരാണ്? കൊല്ലുന്നില്ല ഞാൻ. തൊട്ടുപോകരുത്. ഇവൻ എന്ത് തെറ്റ് ചെയ്തെന്ന് ഏട്ടനീ പറയുന്നേ? ഗോപിയുടെ മനസ്സിൽ ഇപ്പോഴും ഇവനില്ലേ? ബാലഗോപാല,
മറ്റുള്ളവർക്ക് അവൻ കാണിക്കുന്ന ഒക്കെ ഭ്രാന്താ. പക്ഷേ എനിക്കെല്ലാം മനസ്സിലാവും.